യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ബിനു ചുള്ളിലിനെ സജീവമായി പരിഗണിക്കുകയാണ് നേതൃത്വം. ഷാഫി പറമ്പലിനൊപ്പം നിൽക്കുന്ന എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനും ബിനു ചുള്ളിലിനോട് എതിർപ്പില്ല. ലൈംഗിക ആരോപണ വിവാദങ്ങളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തലിന് വി.ഡി. സതീശന്റെ എതിർപ്പ് അവഗണിച്ച് സജീവമാകാൻ കെ.സി. പക്ഷം പരോക്ഷ പിന്തുണ നൽകിയതിന്റെ നന്ദി പ്രകടനമായാണ് ബിനു ചുള്ളിലിനുള്ള എ ഗ്രൂപ്പ് പിന്തുണയെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. പ്രഖ്യാപനം കെ.പി.സി.സി. പുനഃസംഘടനാ പട്ടികയോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതോടെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചത് 4 പേരെ. തെരഞ്ഞെടുപ്പിൽ രാഹുലിന് തൊട്ടുപിന്നിൽ വോട്ടു നേടി ഉപാധ്യക്ഷനായ അബിൻ വർക്കി, മറ്റൊരു ഉപാധ്യക്ഷനായ ഒ.ജെ. ജനീഷ്, സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള ബിനു ചുള്ളിയിൽ, കെ.എം. അഭിജിത്ത്. അബിൻ വർക്കിയെ വെട്ടാൻ ആയുധമാക്കിയത് സാമുദായിക സമവാക്യം. ഒ.ജെ. ജനീഷിനെ ഇറക്കി ഷാഫി പറമ്പിൽ ടീം കളം പിടിക്കാൻ നോക്കിയിരുന്നു. ഒപ്പം കെ.എം. അഭിജിത്തിന് എ ഗ്രൂപ്പ് പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനും. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വി.ഡി. സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. രാഹുലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും തനിക്ക് ബോധ്യമായ കാര്യങ്ങളിലാണ് പ്രതികരണം നടത്തിയതെന്നും സതീശൻ ആവർത്തിച്ചപ്പോൾ രാഹുലിന് പരോക്ഷ പിന്തുണ നൽകി സജീവമാകാൻ പ്രേരണയായത് കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്റെ നിലപാടാണ്. കെ.സി. വേണുഗോപാലിനൊപ്പം ഷാഫി പറമ്പിലും കൈകോർത്തതോടെ രാഹുലിന് കാര്യങ്ങൾ ഈസിയായി. ഇനി കെ.സി. വേണുഗോപാൽ പക്ഷത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ട സമയമാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന്. ആ പ്രത്യുപകാരം ബിനു ചുള്ളിയിലൂടെ നടപ്പാക്കാനാണ് നീക്കം. ചുരുക്കത്തിൽ സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനു ചുള്ളിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാനുള്ള സാധ്യതകളേറി. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ സമുദായത്തിൽപ്പെട്ടവർ ഇല്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന NSSന് താൽക്കാലിക മറുപടി കൂടിയാകും ബിനു ചുള്ളിയിലിന്റെ സ്ഥാനാരോഹണം. പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം കെ.പി.സി.സി. പുനഃസംഘടനാ പട്ടികയോടൊപ്പം പുറത്തുവരാനാണ് സാധ്യത. ഇതുവരെ കണ്ട ഗ്രൂപ്പ് രാഷ്ട്രീയമല്ല ഇപ്പോൾ കോൺഗ്രസിന്റേത്. ആ ഗ്രൂപ്പ് സമവാക്യങ്ങളാകെ മാറി മറിയുകയാണ്. വ്യക്തി കേന്ദ്രീകൃതം കൂടിയാകുകയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.